ഇന്ത്യൻ ചലച്ചിത്ര പ്രേക്ഷകന് ചലച്ചിത്ര സംഗീതം എന്നാൽ ഗാനങ്ങളാണ്. അതിൽ അതിശയിക്കാനില്ല. നമ്മുടെ ഇതിഹാസങ്ങളെല്ലാം രചിക്കപ്പെട്ടിട്ടുള്ളത് പദ്യരൂപത്തിൽ അല്ലെങ്കിൽ നീട്ടിച്ചൊല്ലാവുന്ന മീറ്ററിലോ ആണ്. സ്വാഭാവികമായും ഇന്ത്യൻ ചലച്ചിത്ര വേദിയുടെ ചൈതന്യമായി ഗാനങ്ങൾ മാറി. എന്നാൽ ലോക സിനിമയുടെ നോട്ടത്തിൽ ഗാനങ്ങൾ ഒരു അത്ഭുത പ്രതിഭാസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ചലച്ചിത്ര സംഗീതം എന്ന് പറയുന്നത് പശ്ചാത്തല സംഗീതം അഥവാ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നിശബ്ദ ദശയുടെ കാലത്ത് തന്നെ പ്രേക്ഷകനെ ദൃശ്യവുമായി ഇഴുകിച്ചേർക്കാൻ അല്ലെങ്കിൽ മടുപ്പ് ഒഴിവാക്കാൻ കൊട്ടകകളിൽ സംഗീതം ലൈവായി വായിച്ചിരുന്നു. ഒരു മുഴുവൻ ഓർക്കസ്ട്ര തന്നെ പലപ്പോഴും ഓരോ ഷോയ്ക്കും ഇതിനായി നിയുക്തമായിരുന്നു. ലോക സിനിമയുടെ നാഴികക്കല്ലുകളായി മാറിയ സൃഷ്ടികളിൽ പശ്ചാത്തല സംഗീതത്തിന്റെ ഉദാത്ത മാതൃകകൾ പ്രത്യക്ഷപ്പെട്ടു. ഐസൻസ്റ്റീനും ഗ്രിഫിത്തും ഓസൺ വെൽസും ഒക്കെ സംഗീതത്തിന്റെ യുക്തമായ ചെരുവയും ശക്തിയും തങ്ങളുടെ സൃഷ്ടികളിലൂടെ നമുക്ക് കാട്ടിത്തന്നു. ഇന്ത്യൻ സിനിമാ സംഗീതത്തിലെ സാങ്കേതികമായ അർത്ഥത്തിൽ പശ്ചാത്തല സംഗീതം നിലയിൽ വരുന്നത് ചണ്ഡിദാസ് എന്ന് പറയുന്ന ബംഗാളി ഫിലിമിലാണ്. 1931-32 കാലത്ത് പുറത്തു വന്ന സിനിമയാണ്. ന്യൂ തിയേറ്റേഴ്സ് ആൻഡ് അതിൻ്റെ പ്രൊഡ്യൂസർ ദേബക്കി ബോസ് ഡയറക്ടറാണ്. അത് സംഗീതം പകർന്നിട്ടുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ R.C. ബോറൽ, റായ്ചന്ദ് ബോറൽ ആദ്യമായിട്ട് പ്ലേ ബാക്ക് സിംഗിങ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പോസറാണ്. അപ്പോൾ അതുവരെയുള്ള സിനിമകളിൽ പശ്ചാത്തല സംഗീതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗാനങ്ങളുടെ പിന്നണിയിലുള്ള ഓർക്കസ്ട്രേഷൻ മാത്രമായിരുന്നു. മറ്റ് ഭാഗങ്ങളിലെ പശ്ചാത്തലത്തിൽ ശൂന്യതയായിരുന്നു. പക്ഷേ ചണ്ഡിദാസിലെ R.C. ബോറൽ അതിൽ നിന്നൊരു മാറ്റം വരുത്തി. ഒരു റെവല്യൂഷണറി ആയിട്ടുള്ളൊരു ചേഞ്ചാണ് അത് കൊണ്ടുവന്നത്. ഇപ്പോൾ പിയാനോ പോലുള്ളൊരു വിദേശ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും ഒരു ഇന്ത്യനൈസ് ചെയ്ത ഒരു മ്യൂസിക്കൽ സ്കോറായിരുന്നു അദ്ദേഹം ചണ്ഡിദാസിൻ്റെ പശ്ചാത്തലത്തിൽ കൊടുത്തത്. ഈ ആദ്യകാലത്ത് ചണ്ഡിദാസ് പുറത്തു വന്ന് ആ 30കളിൽ തന്നെ ഈ പശ്ചാത്തല സംഗീതത്തിൽ വളരെയധികം പരീക്ഷണങ്ങളും നടന്നു എന്നുള്ള വളരെ വലിയ കൗതുകമുള്ളൊരു കാര്യമാണ്. അതിൽ ഒരു പയനീർ എന്ന് പറയുന്നത് V. ശാന്താറാമാണ്. ശാന്താറാമിൻ്റെ ദുനിയ ന മാനെ എന്ന് പറയുന്ന ഫിലിം, അതിൻ്റെ ഒരു പരസ്യം തന്നെ പശ്ചാത്തല സംഗീതം ഇല്ലാത്ത സിനിമ എന്നുള്ളതായിരുന്നു. കാരണം അതിൻ്റെ ഗാനങ്ങളിൽ പോലും ഓർക്കസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എന്നിട്ട് പോലും ആ ഗാനങ്ങൾ സൂപ്പർ ഹിറ്റായിരുന്നു. ധാരാളം പാട്ടുകളുണ്ടായിരുന്നു, 5-8 പാട്ടുകളുണ്ടായിരുന്നു. എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. സംഗീതത്തിന് ചിരിപ്പിക്കാനും കഴിയുമെന്ന് നമ്മൾ അറിഞ്ഞത് ചാപ്ലിൻ സിനിമകളിലൂടെയാണ്. ഉദാത്തമായ സംഗീത നിർവഹണത്തിന്റെ ഉദാഹരണമാണ് മോഡേൺ ടൈംസിലെ വ്യവസായ വിപ്ലവത്തിന്റെ ആവേശമടങ്ങാത്ത തൊഴിലാളിയുടെ അരതലമുറുക്കിയ കർമ്മസ്ഥൈര്യം. ബഹുമുഖ പ്രതിഭയായ ചാപ്ലിൻ തന്നെയാണ് ഇവിടെ സംഗീത സംവിധായകൻ. സിനിമ ഒരു ഡയറക്ടറിൻ്റെ, ഒരു ഫിലിം മേക്കറിൻ്റെ അദ്ദേഹത്തിനൊരു പൊളിറ്റിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു വേർഷൻ ഉണ്ടാവും. അതും ഓഡിയൻസും തമ്മിൽ കുറച്ച് അകലം ഉണ്ടാവും. ഒരുപക്ഷെ അകലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ അകലത്തെ കുറയ്ക്കുക, അല്ലെങ്കിൽ ഇത് എന്താണ് ഡയറക്ടർ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഫിലിം മേക്കർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ സീൻ കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ക്യാരി ചെയ്യുക ഓഡിയൻസിൻ്റെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് ക്യാരി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു ഏരിയയിൽ ആവശ്യമില്ലെങ്കിൽ അത് ഒഴിവാക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സിനിമയിലെ അല്ലെങ്കിൽ ഒരു തീമിൻ്റെ സംഗീതമില്ലായ്മയെ തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമേ അതിന് സംഗീതം കൊടുക്കാൻ പറ്റൂ. സെലക്ടിവിറ്റിയിലാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ സീക്രട്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ റെയറായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിനും മ്യൂസിഷ്യൻസിന് മാത്രമേ ഈ സംഗീതമില്ലായ്മയെ തിരിച്ചറിയാൻ പറ്റൂ. ഉദാഹരണത്തിന് ഇപ്പോൾ ക്വിൻറ്റിൻ ടാരന്റിനോ ഫിലിംസ്, ഡയറക്ടർ മ്യൂസിഷ്യൻ്റെ ജോലി ഏറ്റെടുക്കുന്ന സിനിമകൾ, അല്ലെങ്കിൽ വളരെ ഇൻ കമാൻഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ ഫിലിംസിൽ ഇത് കാണാൻ പറ്റും. അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും എവിടെയാണ് ഈ സംഗീതമില്ലായ്മ. ഹിച്ച്കോക്ക് ചിത്രങ്ങളുടെ ഉദ്യോഗത്തിൻ്റെ അന്തർധാര ത്രസിപ്പിക്കുന്ന സംഗീതം തന്നെയാണ്. ഡേവിഡ് ലിൻ ചിത്രങ്ങളിലെ മാസ്മര സംഗീതത്തിന് പലപ്പോഴും കാരണക്കാരനായത് മൗറിസ് ജാർ എന്ന സംഗീതജ്ഞനായിരുന്നു. ഡോക്ടർ ഷിവാഗോയിലെ മരണമില്ലാത്ത ഈണത്തിന് എത്രയെത്ര പ്രതിധ്വനികളാണ് ഉണ്ടായത്. സ്നേഹദീപമേ മിഴിതുറക്കൂ എന്ന ചിത്രത്തിൽ പുകഴേന്തി ഈ ഈണത്തെ ഗാനത്തിൻ്റെ പല്ലവിയാക്കി. പിന്നീട് പല മലയാള സിനിമകളുടെ പശ്ചാത്തലമായി ഈ അമൃത വീജികൾ മുഴങ്ങി. ഹിന്ദി സിനിമയിൽ പശ്ചാത്തല സംഗീതത്തിന് ഇരിപ്പിടമുണ്ടാക്കിയവരിൽ പ്രധാനി SD ബർമൻ സാബ് തന്നെയാണ്. പ്യാസയിലെയും കാഗസ് കെ ഫൂലിലെയും അതിമനോഹരമായ ചലച്ചിത്ര സന്ദർഭങ്ങൾക്ക് ബർമൻ സാബിൻ്റെ പ്രതിഭ മാറ്റി. ഇന്നിപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നില്ല. ഒരു സിനിമയിലെ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന ഒരു വ്യക്തി, ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം കമ്പോസ് ചെയ്യുന്ന വേറൊരു വ്യക്തി, പലരും ഈ പരീക്ഷണം നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ 1930കളിൽ തന്നെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പരീക്ഷണം നടന്നിട്ടുണ്ട്. അത് ഹിന്ദി സിനിമയിലായിരുന്നില്ല, തമിഴ് സിനിമയിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. സിനിമയുടെ പേര് ഭക്തവേദ.
ഈ ഭക്തവേദിയുടെ ടൈറ്റിലിൽ കൃത്യമായിട്ട് അതിൻ്റെ മ്യൂസിക് ഡയറക്ടറുടെ പേര് കൊടുത്തിട്ടുണ്ട്, പാപനാശം ശിവൻ. പാപനാശം ശിവനാണ്, ക്ലാസിക്കൽ മ്യൂസീഷ്യനാണ്. അദ്ദേഹമാണ് അതിൽ പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതേസമയത്തിന് മ്യൂസിക്കൽ അറേഞ്ചർ എന്ന പേരിൽ ഒരു പേര് കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മലയാളികൾക്കൊക്കെ വളരെ സുപരിചിതനായിട്ടുള്ള ഒരാളാണ് ബ്രദർ ലക്ഷ്മൺ. ആത്മവിദ്യാലയമൊക്കെ പോലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഗാനങ്ങൾ കമ്പോസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ബ്രദർ ലക്ഷ്മണാണ് ഈ പടത്തിൻ്റെ ഓർക്കസ്ട്ര അറേഞ്ച്മെൻറ്റ്, അതായത് സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിൽ പശ്ചാത്തല സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അന്ന് ഒരു പുതുമയായിരുന്നു. പിൽക്കാലത്ത് നമുക്കറിയാം ധാരാളം ഹിന്ദി സിനിമയിലും തമിഴിലായാലും മലയാളത്തിലായാലും ഇങ്ങനെയുള്ള ഈ രണ്ട് തരത്തിലുള്ള ഈ സംഗീത സംവിധാനം, ഗാനങ്ങളുടെ സംഗീത സംവിധാനവും പശ്ചാത്തല സംഗീത സംവിധാനം, അതായത് റീറെക്കോർഡിങ്ങും രണ്ടുപേർ നിർവഹിക്കുന്ന ഒരു ശൈലി പിന്നീട് വന്നു. എനിക്കൊന്ന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസീഷ്യൻ, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എക്സ്പേർട്ടായിട്ട് ആദ്യം പേരെടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സലിൽ ചൗധരിയാണ്. അത് തന്നെ അതിൽ നിന്ന് തുടക്കം കുറിക്കുന്നത് ദേവദാസ് എന്ന സിനിമയിലാണ്. ബിമൽ റോയ് വളരെ ഒരു പോയറ്റ് എന്ന് പറയാവുന്ന ഒരു ഫിലിം മേക്കറായിരുന്നു ബിമൽ റോയ്. അതേപോലെ സാങ്കേതികമായിട്ടും വളരെയധികം മെച്ചപ്പെട്ട സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. ഈ ബിമൽ റോയ് അദ്ദേഹത്തിൻ്റെ ദേവദാസ് എന്ന് പറയുന്ന ഫിലിം എടുക്കുന്ന സമയത്ത് അതിൻ്റെ പാട്ടുകൾ ചിട്ടപ്പെടുത്താൻ അദ്ദേഹം നിയോഗിച്ചിരുന്നത് SD ബർമനെയാണ്. SD ബർമൻ തീർച്ചയായിട്ടും അന്നത്തെ ശൈലി അനുസരിച്ച് അദ്ദേഹം തന്നെയാണ് പശ്ചാത്തല സംഗീതം നിർവഹിക്കേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ ബിമൽ റോയ്ക്ക് SD-യുടെ ഈ റീറെക്കോർഡിങ് അത്ര തൃപ്തികരമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഒരു ദിവസം പുലർച്ചെ ഒരു 2 മണിക്ക് തൻ്റെ വാതിലിൽ വന്ന് മുട്ടിയ ബിമൽ ദായെ കുറിച്ചിട്ട് സലിൽ ദാ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയെങ്കിലും എൻ്റെ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്ന് കമ്പോസ് ചെയ്ത് തരണം എന്നുള്ള അപേക്ഷയായിട്ടാണ് ബിമൽ റോയ് വന്നത്. അങ്ങനെ ഈ പടത്തിൻ്റെ സോങ്സ് SD ബർമനും റീറെക്കോർഡിംഗ് സലിൽ ദായും നിർവഹിക്കുന്നു. അദ്ദേഹം തന്നെയാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സ്വന്തം പാട്ടുകളുടെ ട്യൂൺസ് പശ്ചാത്തല സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഒരു രീതിക്ക് തുടക്കം കുറിച്ച ചിലരിൽ പെട്ട ഒരാളാണ് സലിൽ ദാ എന്നെനിക്ക് തോന്നുന്നു. അതിൽ ഇപ്പോൾ എനിക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ആനന്ദിലെ ഋഷികേശ് മുഖർജിയിലെ ആനന്ദിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അദ്ദേഹം കോയി ഹോത്ത ജിസ്ക് എന്ന് പറയുന്ന കിഷോർ കുമാറിൻ്റെ ഒരു പാട്ടുണ്ട്, വളരെ അതിൻ്റെ ട്യൂണാണ് ഉപയോഗിച്ചത്. സത്യത്തിൽ ഈ കോയി ഹോത്ത എന്നുള്ള പാട്ട് പിന്നീടാണ് വന്നത്, മേരെ അപ്ന എന്ന സിനിമയ്ക്ക് വേണ്ടി പിന്നീടാണ് അദ്ദേഹം കമ്പോസ് ചെയ്യുന്നത്.